2522 ദിവസം കൊണ്ട് വർണ്ണലോകത്ത് അത്ഭുതം സൃഷ്ടിച്ച ബാലൻ എഡ്മണ്ട് തോമസ് ക്ലിൻറ്റ്. ആയിരത്തി 1976 മെയ് 19 മുതൽ 1983 ഏപ്രിൽ 15 വരെ അദ്ദേഹം വരച്ചു തീർത്തത് 25,000-ലധികം ചിത്രങ്ങളാണ്. വിരൽത്തുമ്പുകളും മനസ്സും കൂടിച്ചേർന്ന് സൃഷ്ടിച്ച അത്ഭുത വൈഭവം. ഓരോ കുഞ്ഞുങ്ങൾക്കും വർണ്ണവരകളുടെ നിഘണ്ടുവാണ് ഈ വർണ്ണചിത്ര ശേഖരം. കേരളത്തിൻ്റെ മായാത്ത വരയുടെ ഓർമ്മയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതൊരു ചരിത്രമാണ്. എറണാകുളം തേവരയിലെ വീട്ടിൽ ക്ലിൻറ്റ് കൈവിറക്കാതെ വരച്ചു കാണുന്നത് 1.5 വയസ്സ് മുതലാണ്. തോമസിൻ്റെയും മറിയമ്മയുടെയും ഏക മകനായ ക്ലിൻറ്റ് ജനിച്ച് വളർന്ന് തുടങ്ങിയ കാലം മുതൽ ഈ ഒരു കഴിവിൻ്റെ ശ്രദ്ധ വീട്ടുകാർക്കുണ്ടായിരുന്നു. ഒരു സംരക്ഷണ വലയത്തിലായിരുന്നു ക്ലിൻറ്റ് എന്ന്. കാരണം ചെറിയ ചെറിയ കുട്ടികൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ ക്ലിൻറ്റിനുമുണ്ടായി. കലാപരിപാടികളിലെ ക്ഷണിതാവായി ഉദ്ഘാടകനായി പോകുന്ന യാത്രകൾക്കെല്ലാം ആ മാതാപിതാക്കൾ സഹചാരികളായി. കാരണം ക്ലിൻറ്റ് അന്ന് പ്രസിദ്ധനായി തുടങ്ങിയിരുന്നു. ക്ലിൻറ്റിൻ്റെ കരുത്തെന്ന് പറയാം ഇത്. ചിത്രങ്ങൾ വരച്ചിടാൻ കടലാസ് വേണ്ടാത്ത ക്ലിൻറ്റ് മനസ്സിൽ തെളിയുന്നത് വരച്ചിടാൻ ഭിത്തിയും മേശയും പിന്നെ കയ്യിൽ കിട്ടുന്നതെന്തും അദ്ദേഹം ഉപയോഗിച്ചു. ആയുധം, ചോക്കും പെൻസിലും പിങ്ങിനെ തെളിയുന്ന ഏത് വസ്തുവിനെയും കയ്യിൽ കിട്ടിയാൽ അത് വെച്ച് ക്ലിൻറ്റ് ഒരു പടം ഉണ്ടാക്കും. ഇത് മനസ്സിൽ നിന്ന് നേരിട്ട് വരുന്നതാണ്. നിറങ്ങളെ ക്ലിൻറ്റ് ഇഷ്ടപ്പെട്ടു തുടങ്ങിയ കാലം മുതൽ അത്ഭുതങ്ങളും വരച്ചിടാൻ തുടങ്ങി. ഒറ്റത്തലയൻ രാവണൻ മുതൽ വർണ്ണങ്ങളുടെ കുലപതികൾ വരെ കൈകൂപ്പി നിന്ന മലബാറിൻ്റെ മുച്ചിലോട്ട് ഭഗവതിയെ വരെ എഡ്മണ്ട് തോമസ് ക്ലിൻറ്റ് കേരളത്തിൽ വർണ്ണസൂക്ഷ്മതയിൽ വരച്ചുണ്ടാക്കി. കേരളത്തിൽ അപൂർവമാണ് മുച്ചിലോട്ട് ഭഗവതി പോലുള്ള സൂക്ഷ്മത വേണ്ട ഒരു കലാരൂപം സൃഷ്ടിക്കാൻ. ക്ലിൻറ്റിൻ്റെ വരകളെ അടുത്തറിഞ്ഞവർ അവർ കണ്ട കാഴ്ചകളെ മാത്രമല്ല, ആ വിന്യാസത്തിൽ, ആ കഴിവിൽ പിന്നെയും പലതും കണ്ടെത്തി. കണ്ടതിനും കേട്ടതിനും അപ്പുറം എളുപ്പം വിശദീകരിക്കാനാവാത്ത വിശകലനം ആ തലച്ചോറിൽ സംഭവിച്ചിരുന്നു എന്നാണ്. നിറങ്ങളെ വെളിച്ചത്തിൽ വിന്യസിപ്പിക്കുന്ന അത്ഭുതം. ഒരു പകലിനെയും രാത്രിയെയും ചേർത്തെടുക്കുന്നതിൽ അത്ര എളുപ്പമല്ല അത്. ഒരു പകലിനെയും രാത്രിയെയും ചേർത്തെടുക്കുന്നതിൽ ക്ലിൻറ്റ് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. അത്ര കൃത്യമായ അളവ് കോലുകൾ ആ മനസ്സിൽ ഉണ്ടായിരുന്നു. വരച്ചിട്ട് നടന്നുപോയ കൈവിരുത് ഓരോ ചിത്രങ്ങൾക്കും സത്യമാണ്. ക്ലിൻറ്റിൻ്റെ ഇടയ്ക്കിടെ വരുന്ന പനിയിൽ ആരോഗ്യക്ഷീണം ഓരോ തവണയും ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ശരീരഭാഗങ്ങളെയും ബാധിച്ചു തുടങ്ങി എന്നുള്ള അവസ്ഥ വന്നപ്പോൾ ആശുപത്രിയുടെ സഹായവും തേടി. ആ സമയമൊന്നും കൈവിരലുകൾ നിശ്ചലമാക്കാൻ ക്ലിൻറ്റ് സമ്മതിച്ചിരുന്നില്ല. വർണ്ണവരകളുടെ ഓരോ കൂട്ടായ്മയിലും പ്രതീകമാണ് തോമസ് ക്ലിൻറ്റ്. വൃക്കകളുടെ പ്രവർത്തനം നിലച്ച് ജീവൻ വെടിയും വരെ ക്ലിൻറ്റ് വരച്ചുകൊണ്ടേയിരുന്നു. അതാണ് ആ അത്ഭുതം. 25,000 ചിത്രങ്ങൾ. ഒറ്റത്തലയൻ രാവണൻ മുതൽ വർണ്ണങ്ങളുടെ കുലപതികൾ വരെ കൈകൂപ്പിയ ആ ചിത്രവും മുച്ചിലോട്ട് ഭഗവതി ചിത്രവും അങ്ങനെയാണ് ഉണ്ടായത്. ക്ലിൻറ്റിൻ്റെ ജീവിതം അടുത്തറിഞ്ഞവരിൽ മറിയാമ്മ എന്ന അമ്മ മാത്രമാണ് ഇന്ന് നമ്മളോട് ഇത് പറയുവാൻ ബാക്കിയുള്ളത്. ക്ലിൻറ്റിൻ്റെ പ്രിയ രക്ഷകർത്താവ് തന്നെയായിരുന്ന പിതാവ് തോമസ് ഇന്നില്ല. 2017 അദ്ദേഹം ചരമമടഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒപ്പം എല്ലാ കാലവും സഞ്ചരിച്ചിരുന്ന ആളായിരുന്നു തോമസ്. കാലങ്ങൾ എത്രമേൽ മാറി മറിഞ്ഞാലും കേരളത്തിനും ക്ലിൻറ്റിന് നൽകിക്കൊണ്ടിരുന്ന ആ വരയുടെ പുസ്തകം ഒരു അത്ഭുതമായി മാത്രമല്ല, ഓരോ മലയാളിക്കും അനുസ്മരിക്കപ്പെടേണ്ട അത്ഭുതം കൂടിയാണ്. ഈ ഏപ്രിൽ വർണ്ണവരകളുടെ മാസം കൂടിയാവട്ടെ എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ക്ലിൻറ്റിൻ്റെ ഓർമ്മ മാസമാണ് ഈ ഏപ്രിൽ ദിനങ്ങൾ. ഇവിടെ
ക്ലിൻ്റ് വരച്ചിട്ട വർണ്ണചിത്രങ്ങൾ ഒരു പാഠകപുസ്തകം പോലെയായി പുതിയ തലമുറയ്ക്ക് ഉപകാരപ്പെടട്ടെ. അതായിരുന്നു എഡ്മണ്ട് തോമസ് ക്ലിൻ്റ്. നമസ്കാരം.